1997. അപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും ഇപ്പോഴേ ഭയങ്കര കളർ അപ്പോൾ പിങ്ക് ആയിട്ട് ലൈക്ക് ആപ്പിൾ ഷി വാസ് സോ forget the incident. And எப்போ propose ചെയ്തது? I went to Guruvayur. She was in the same train. My parents were there to impress them. Stay up and amma പറഞ്ഞു എനിക്ക് അപ്പുക്ക് ഭയങ്കര ഇഷ്ടമായി ആ ലക്ഷണമായിട്ടുണ്ട് അച്ഛനെ അമ്മയെ കൊണ്ട് പറയിപ്പിച്ചു വെൽ പ്ലേഡ് ഇവർ തമ്മിൽ ഇവർ കപ്പിളാണ് ഇവർ എപ്പോൾ കല്യാണം കഴിച്ചു ഇവർ ചേട്ടൻ ചേച്ചി ആക്ച്വലി ഇറ്റ് വാസ് എ വെരി സിമ്പിൾ വെഡിങ് എപ്പോഴാണ് ആനന്ദ് ചേട്ടൻ പൂർണ്ണിമേച്ചിനെ കണ്ടത് ഊർസി ചേച്ചി ഫസ്റ്റ് വൈഫ് ആയിട്ട് ഇവള് സെക്കൻഡ് വൈഫ് ആയിട്ട് അഭിനയിച്ചു അപ്പോ ചേച്ചി റിംഗ് മാസ്റ്ററിനോട് പടം അഭിനയിച്ചു കോ ഡയറക്ടർ വിളിച്ചിട്ട് എന്താ സംഭവം എന്ന് പറയാം സംഭവം ഒന്നും പറയാൻ ആവശ്യമില്ല ഞാൻ വില്ലണ പട്ടികൾ അതിൻ്റെ ക്ലൈമാക്സിൽ ഏതെങ്കിലും പട്ടി കൊണ്ട് എന്നെ കടിക്കും അത് പിന്നെ ദിലീപ് എന്നെ പട്ടീനെ വിളിക്കും ഉദയനാഥൻ ആക്ച്വലായിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവൾ ഒരു സീരിയലിന് വേണ്ടി ഈ വൈറ്റ് ഫോർട്ട് ഹോട്ടലിൽ ഇവൾ താമസിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ ഇവളെ കാണാൻ വേണ്ടി റൂമിൽ പോകും ആ ആൻഡ്രോസ് വിളിച്ച് ഇങ്ങനെ റോഷൻ ആൻഡ്രോസ് വിളിച്ച് ചെയ്തിട്ട് ചേട്ടാ അതിൽ ഒരു ക്യാരക്ടറിൻ്റെ ഇപ്പോൾ തന്നെ ഷൂട്ടിങ് അപ്പോൾ ഓക്കേന്ന് പറഞ്ഞിട്ടാണ് ചെയ്തപ്പോൾ ഡു ലൈക്ക് ദിസ് ആൻഡ് സെറ്റ് ഡ്രോപ്പ് യുവർ ഗൺ ബേബി Thanks to Unnikishnan and sir and Saji Kailash for giving me that character which got me a very good name. But Satyam Paranja, ഞാൻ പടം ഇവിടെ ഫസ്റ്റ് ഡേ കാണാൻ പോയി. That is the truth. But എൻ്റെ പേഴ്സണൽ വ്യൂ ഞാൻ ആ പടം കണ്ടിട്ട് എന്ത് പടം എന്ത് ക്യാരക്ടർ എനിക്ക് I didn't like it at all. ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്തിനാ ആ പടം ചെയ്തതിന് എനിക്ക് I regret. ഇൻഫാക്ട് സെറ്റിൽ തന്നെ എൻ്റെ അടുത്ത് ബിജുവിനാൻ ചോദിച്ചു ആനന്ദ് എന്തിനാ ഈ ക്യാരക്ടറൊക്കെ ചെയ്യുന്നു. Introducing Lulu Holidays, your one-stop travel partner. Holidays for families, couples, and solo travelers. With Lulu Holidays, it's not just travel, it's an experience to remember. Hello, Milestone Makersന്റെ എല്ലാ പ്രേക്ഷകർക്കും സുന്ദരി നീയും സുന്ദരം ഞാനും എൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ സുന്ദരിയും സുന്ദരനുമാണിത് പൂർണ്ണിമ ചേച്ചിയും ആനന്ദേണ്ണും. എന്താ പറയാ എത്രയോ നാളുകളായിട്ട് നമ്മൾ മലയാളികൾ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. മലയാളികൾ മാത്രമല്ല ചേട്ടൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ മൂവീസ് കാണുന്ന എല്ലാവരും തെലുങ്ക് ആയിക്കോട്ടെ തമിഴ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ കന്നഡ മൂവീസിലും ടു അങ്ങനെ നമ്മളെല്ലാവരും കുറേ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചേട്ടന്. ചേച്ചി നമ്മൾ ഒരുപാട് മലയാള സിനിമകൾ മാത്രമല്ല സീരിയൽസിലൂടെയും കുറേ നല്ല സ്ട്രോങ് നെഗറ്റീവ് ഷെയ്ഡ്സിലൊക്കെയുള്ള ചേച്ചി ഞങ്ങൾ എത്ര പേടിപ്പിക്കുന്ന നെഗറ്റീവ് ഷെയ്ഡ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ സീരിയൽസിലൂടെ എല്ലാം നമുക്ക് പരിചയമാണ്. പക്ഷെ സർപ്രൈസിങ് ഫാക്ടർ ചേട്ടാ നിങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുള്ളത് കുറേ പേർക്ക് അറിയില്ല. അത് നിങ്ങളെ കോൺഷ്യസ്ലി റിവീൽ ചെയ്യാത്തതാണോ അതോ ഐ മീൻ ചില ആൾക്കാർ Reason maybe actually we were living in Chennai and our marriage also happened in Chennai. So not many from the Malayalam industry, they were not actually invited. Actually it was a very simple wedding. Okay. So ingana oru flat la and achan amma angana my father did all the prayers and angana oru valare very simple occasion and publicity onnum illada അങ്ങനെ ഒരു ഇതാണ്. ഇൻസ്റ്റയിൽ നിങ്ങളിപ്പോൾ കുറേ ട്രാവൽ ചെയ്യുന്നുണ്ട് ഒരുപാട് ഫോട്ടോസ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഫോട്ടോസ് കാണുമ്പോഴേക്കാണ് ഓരോരുത്തരും ഇവർ തമ്മിൽ ഇവർ കപ്പിളാണ് ഇവർ എപ്പോൾ കല്യാണം കഴിച്ചു ഇവർ ചേട്ടൻ ചേച്ചി ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ പല ആൾക്കാർക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ഇവരെപ്പോ എങ്ങനെ കണ്ടുമുട്ടി ആ ഒരു കഥയും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു തന്നെ പോവാം. പക്ഷേ ജസ്റ്റ് ബിഫോർ ദാറ്റ് ഞാനിപ്പോൾ ഇവരുടെ ഈ ഒരു ഹോം സ്വീറ്റ് ഹോമിലാണ് ഇവരുടെ ഒരു ബ്യൂട്ടിഫുൾ ഹൗസിൽ ഞാൻ ഇരിക്കണം. വന്നപ്പോൾ തന്നെ ഇവരെനിക്ക് നല്ലൊരു കോഫി ഓഫർ ചെയ്തു. ഇവർ ഓൾറെഡി കുടിച്ചു അല്ലേ ചേട്ടാ ചേച്ചി? അതുകൊണ്ട് ഞാൻ കോഫി കുടിച്ചുകൊണ്ട് സംസാരിക്കാം. ഓക്കെ, എപ്പോഴാണ് ആനന്ദേട്ടൻ പൂർണ്ണിമേച്ചിനെ കണ്ടത്? നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കല്യാണം നമുക്ക് ആ ഒരു എനിക്കറിയാം സച്ച് എ ബിഗ് സ്റ്റോറി ഒക്കെ ആയിരിക്കും പക്ഷെ ഒന്ന് ചേട്ടൻ അതൊന്ന് ബ്രീഫ് ചെയ്തിട്ട് ഒന്ന് പറയാമോ? ആക്ച്വലി നോട്ട് എ ബിഗ് സ്റ്റോറി. ഇറ്റ് ലൈക്ക് ഞങ്ങൾ ഒരു we did a what is that called that concept itself is not there. Telefilm എന്ന് പറഞ്ഞിട്ട് ആ കോൺസെപ്റ്റേ ഇപ്പോൾ അല്ല ഇറ്റ് വാസ് എ ടെലിഫിലിം. സോ അപ്പോൾ എനിക്ക് ഊർസി ചേച്ചി ഫസ്റ്റ് വൈഫ് ആയിട്ട് ഇവള് സെക്കൻഡ് വൈഫ് ആയിട്ട് അഭിനയിച്ചു. സോ അപ്പോൾ സോ അപ്പോൾ ആക്ച്വലായിട്ട് നെക്സ്റ്റ് ഡേ ഇവളോട് ഷൂട്ടിങ്. ഇവളുടെ പേര് ആക്ച്വലി അമൃതമാണ് തമിഴിൽ.
അപ്പോൾ ഞാൻ ഡയറക്ടർ അടുത്ത് ചോദിച്ചു എൻ്റെ സെക്കൻഡ് വൈഫായിട്ട് ആരാണ് അഭിനയിക്കുന്നത് പറഞ്ഞപ്പോൾ അമൃതാന്ന് പറഞ്ഞിട്ട് ഒരാൾ അവളുടെ അടുത്ത് എൻ്റെ ഇതൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഇത് എന്ത് നടക്കത്തിലാണ് അവളൊരു ഭയങ്കരமான ആള് എന്ന് പറഞ്ഞിട്ട് ഐ വാസ് വെരി ക്യൂരിയസ് നെക്സ്റ്റ് ഡേ ഇവളെ കാണണമെന്ന് പറഞ്ഞിട്ട് സോ അല്ല can I just interrupt ചേട്ടാ അപ്പൊ ചേട്ടന്റെ അടുത്ത് എന്തുകൊണ്ടായിരിക്കും ഡയറക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അവളൊരു ഭയങ്കരമായ ആള് നിന്നെ ഒന്നും നടക്കില്ല മനോബാല അല്ല ഡയറക്ടർ പുള്ളി എപ്പോഴും അങ്ങനെയാ തമാശ വെരി ഫ്രണ്ട്ലി ആൻഡ് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു സോ അപ്പോൾ നെക്സ്റ്റ് ഡേ ഷീ കേം ഏർലി ആൻഡ് ഷീ വാസ് സിറ്റിംഗ് ഇൻ മൈ റൂം so those days 1997 there was no caravan and all that so she was sitting I was given a room so she was sitting in the room and I was also very curious to know who she is yes obviously ipo thana just imagine 23 years 25 years back actually 1997 almost 25 years back so அப்போ எങ്ങനെ ഉണ്ടായിരിക്കും ഇവള് ഇപ്പോഴേ ഭയങ്കര കളറ് അപ്പൊ പിങ്ക് ആയിട്ട് like an apple she was so first what happened is she was sleeping like this okay she was sleeping and still remember each and everything how can I forget I mean I fell for somebody in parayumbo how can you forget that incident okay so I come and open the door so I come and open the door she was sleeping then എന്നൊക്കെ പറയുന്നേ നോ അണക്കമേ ഇല്ല സോ അപ്പോൾ ഞാൻ പറയുമ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് വിളിച്ചു ഏയ് ഇവിടെ വാ എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി അത് ഇൻഡീസെൻറ്റ് ഇതാണ് വെൻ സംബഡി സ്ലീപ്പിംഗ് യു നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ് ബട്ട് 25 years back my maturity level was different and more to attract her and I wanted her to have interaction with her and send her away from the room that was my intention so she woke up then I said hello I am Anand like that she is not a kind of a person എങ്ങനെയാണ് പറയുമ്പോൾ ഇപ്പോൾ ഷിയസ് അപ്പോഴൊക്കെ യെസ് ഐ എം അമൃതാന്നൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഷി വാസ് ആക്ച്വലി നോട്ട് സിക്ക് ഐ മീൻ ഷി വാസ് നോട്ട് വെൽ ആക്ച്വലി ഷി വാസ് സിക്ക് ആൻഡ് ഷി ടോൾഡ് മീ ദറ്റ് ഷി ഈസ് നോട്ട് ഫീലിംഗ് ഗുഡ് ആൻഡ് ഓൾ ഐ സെഡ് യു സ്റ്റേ ഇൻ മൈ റൂം അങ്ങനെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി talking actually what happened is I still remember that person's name who was a production executive his name is Kallupatti Singaram I think so he came நானும் அப்போலேருந்து பார்த்துட்டு இருக்கேன் ரெண்டு பேரும் புருஷன் பொண்டாட்டி மாதிரியே பேசிட்டு இருக்கீங்க இந்த 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 இதில் தான் நீங்கள் புருஷன் பொண்டாட்டி நிஜ வாழ்க்கையில் இது மாதிரி பேசிட்டு இருக்கீங்க அப்படின்னு சொல்லிட்டு அயாள் പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ചേർത്ത് തന്നെ അപ്പോൾ അங்கே തന്നെ ഇരുന്നത് അതെല്ലാം അവിടെ സോ അപ്പോൾ I met her and annu then we exchanged numbers and she called me after going home and she said she's terribly sick and എനിക്കപ്പോൾ ജോണ്ടിസ് വന്നിട്ടിരിക്കുകയാണ് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ആനന്ദിന്റെ വീട്ടിൽ നിന്ന് എനിക്കപ്പോൾ ഫുഡ് വരും തൈര് സാദം അങ്ങനെ ഡബ്ബായിട്ട് വരും so അപ്പോൾ എങ്ങനെ പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ only one day next day we didn't have shoot so I went to her house and I took her to the doctor and all that so she was diagnosed jaundice so அது நமக்கு ஒரு இதாயிட்டு கிட்டி ரீசன் ஆயிட்டு to get more closer more closer and I was getting her food and from next day I started taking care of her angane I used to take food from home and properly she was taken care and she came out from that and from there it started and ആ സെറ്റിൽ നിങ്ങൾ വൈൻഡ് അപ്പ് ചെയ്ത് പോകുന്നതിന് മുമ്പേ തന്നെ ചേട്ടൻ പ്രപ്പോസ് ചെയ്തപ്പോൾ no proposal upon we had liking towards okay she liked me I liked otherwise their next meeting cannot happen yes so it went on for I mean few days like 6-7 days I properly took care of her and properly means properly took care of her for her to so adala anybody will get see ஒரு நல்ல மனுஷன் for a good human being anybody will fall flat so even I liked her and slowly like எப்போ propose ചെയ്തത് propose ചെയ്തത് actually I was in settle ആണോ അതോ അത് കഴിഞ്ഞിട്ടാണോ no I was in love with her and she was in love with me and many good things happened many bad things happened actually we were like kind of in love for 3 years from 97 to 2000 so appo ஒரு ദിവസം എന്തായിരുന്നു പറഞ്ഞാ I went to Guruvayur she was in the same train അത് planned ആണ് planned by Anand my parents were you didn't know even I am part of the so my parents were there okay we were going to Guruvayur okay she was going to Tiruvalla somewhere okay so appo
she took care of my parents So it was a plan. in a proper way, planned way you can say, to impress them. Yeah, exactly. I was And supposed to say. early morning we reached Thrissur, and when we were going to the place where we were supposed to stay, അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു എനിക്ക് ആ പെണ്ണെ ഭയങ്കര ഇഷ്ടമായി, നല്ല ലക്ഷണമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു ഫോർ എൻ്റെ എൽഡർ ബ്രദറിന് ഐ വാണ്ടഡ് my colleague's daughter to get married. അങ്ങനെ same resemblance. So I think ഇവൾ അങ്ങനെയുണ്ട്, so why can't you get married to her? The idea was given from my parents actually. അച്ഛനെ അമ്മയും കൊണ്ട് പറയിപ്പിച്ചു. പറയിപ്പിച്ചു. Well played. Then I called her and told her this is what they like you and ചേട്ടന്റെ നമ്മുടെ മലയാളി നമ്മുടെ വ്യൂവേഴ്സിന്റെ ഇടയിലുള്ള ഒരു ഇമേജ് എല്ലാത്തിലും നെഗറ്റീവ്. ചേട്ടൻ കുറെ വില്ലനായിട്ടും ഭയങ്കര സ്ട്രോങ് പവർഫുൾ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ട് ചേട്ടൻ ഇങ്ങനത്തെ ചേട്ടൻ്റെ ഒരു റൊമാൻറ്റിക് സ്റ്റോറി കഥ പറയുമ്പോൾ അയ്യോ ഇറ്റ്സ് ചേട്ടൻ പറയും ഇത്ര നല്ല പ്ലാൻ ചെയ്ത് ഒരു സൂപ്പർ നല്ല സ്ക്രിപ്റ്റിലൂടെ ചേട്ടൻ ഉദ്ദേശിച്ച പോലെ യു ഡിഡ് ഇറ്റ് അല്ലേ? anything in life is like that. You have to plan and have a right script for your സോ ചേട്ടൻ ചേച്ചിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ചേച്ചി ഫുൾ ചിരിക്കുകയായിരുന്നു. ഞാൻ ചേച്ചിക്ക് ഒരു സ്പേസ് തരാം, ചേച്ചിയുടെ സൈഡിൽ നിന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചേച്ചി ആ ഒരു ചേച്ചി കണ്ണു തുറന്നപ്പോൾ കണ്ട ഒരാള്. അങ്ങനെയല്ല ഞാൻ പറയും, എനിക്ക് അന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇത് നമ്മുടെ ലൈഫിൽ വരണമെന്നുള്ള ഒരു റിലേഷൻഷിപ്പാണ്, ഒരിക്കലും വിട്ടുപോകേണ്ടതല്ല. ഞാൻ മലയാളി, പുള്ളി തമിഴ്, എന്നിട്ടും പുള്ളി നമ്മൾ തേടി വരുമെന്ന് പറയത്തില്ല ചില ബന്ധങ്ങൾ. അങ്ങനെ നമ്മൾ തേടി, അതായത് നമുക്കൊരിക്കലും മാറ്റാൻ പറ്റുന്നതല്ല, അത് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതാണ്. പറിച്ചു മാറ്റാൻ പറ്റാത്ത ചില ബന്ധങ്ങളിൽ ഒന്നാണ് ആനന്ദ്. അതുപോലെ ആനന്ദിന്റെ ഫാമിലി. ആനന്ദിന്റെ അച്ഛനില്ലായിരുന്നെങ്കിൽ, അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആനന്ദ് എന്നെ ആക്സെപ്റ്റ് ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. ചെയ്യുമായിരിക്കും. അതാണ് ഞാൻ പറയാൻ വന്നത്. അതായത് അച്ഛൻ എങ്ങനെയാ പറഞ്ഞെന്നറിയോ, ഒരു പ്രാവശ്യം അച്ഛൻ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഏം പൊണ്ണ് നീന്നതാ ചൊല്ലും, ഏം പൊണ്ണുതാ നീ. ഈ ലാസ്റ്റ് 5th അച്ഛൻ മരിച്ചുപോയി, 96 years ആയി. ബട്ട് ലാസ്റ്റ് മൊമെന്റിൽ ഞങ്ങൾ എല്ലാവരും മക്കളെല്ലാവരും അച്ഛൻ്റെ അടുത്ത്, എല്ലാവരും അച്ഛനും മക്കളാണ്. Actually she was there right next to my father. 2.5 hours before he passed away. She was there doing some puja and all that. Some songs and all she was singing, and she called me. She said this really happened. ഇനി 10 മിനിറ്റിൽ മരിക്കാൻ പോകുന്നു, നീ വാ എന്ന് പറഞ്ഞിട്ട്. So in front of me he passed away and she said he is gone. So this happened 5th, this month 5th, no? So she was very very close to my father. So അന്നേരം എനിക്ക് ആനന്ദ് മുഖേന എനിക്ക് അങ്ങനെ ഒരു അച്ഛനെയാണ് കിട്ടിയത്, എനിക്കൊരു ഫാമിലിയാണ് കിട്ടിയത്. എൻ്റെ ബ്രദേഴ്സിന്, ഇവർ 4 പേരാണ്, 4 ബോയ്സ്, ഇത് 4ാമത്തെ ആളാണ്. അപ്പോൾ ബാക്കി 3 പേര് അണ്ണാന്ന് കൂപ്പിടുമ്പോൾ ചേട്ടാ അണ്ണാന്നാണ് ഞാൻ വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തമില്ല, എൻ്റെ ബ്രദേഴ്സിനെ ഞാൻ വിളിക്കുവാണ്. സോ എനിക്ക് ഇവർ തന്നത് എനിക്കൊരു വലിയൊരു ഫാമിലിയാണ്. അതൊരു വലിയൊരു ഫാമിലി തന്നെ. എൻ്റെ ചേച്ചിമാർ, അതായത് നാത്തൂൻ, മൂത്ത ബ്രദേഴ്സ്, they like her so much, and ആ ഒരു see at the end of the day you have to be a genuine person. If you're genuine, I mean, what you give you get back, no? Very true. So പിന്നെ ആ സമയത്ത് അത്ര മെച്യൂരിറ്റി ഇല്ലായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെ അച്ഛൻ തന്നെ ഞാനിങ്ങനെ ഒളി കണ്ണിട്ടിങ്ങനെ നോക്കി, അതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായി പുള്ളി ഉണ്ടെന്ന്. പക്ഷെ ഞാനൊന്നിന് പോടാ ഇവ ആര്. പക്ഷെ പിന്നെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നോൺ സ്റ്റോപ്പ് ആയിപ്പോയി. ഞങ്ങൾ രണ്ടുപേരും കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പിന്നെ മനസ്സിലായി എത്ര വിട്ടുപോയാലും വിട്ടുപോകാൻ പറ്റാത്തൊരു. പക്ഷെ നിങ്ങൾക്ക് ആ ഇടയിൽ ഒരു ലാംഗ്വേജ് ബാരിയറോ? ചേച്ചി കംപ്ലീറ്റ്ലി ചേച്ചി ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നു, മലയാളി, തിരുവല്ലക്കാരി, അങ്ങനെയായിട്ടുള്ള ഒരാള്. ചേട്ടൻ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് എല്ലാം ആന്ധ്രാപ്രദേശിലാണ്. തമിഴ്. No, communication was not a problem at all because she was very good in Tamil. In fact, she can write and speak Telugu. How come? She learned it from the 30 days crash course lo. I have tried many times. Malayalam, Hindi okay. But Hindi, I can speak Hindi, Malayalam, Telugu, Tamil, all language I can speak. Okay. So she learned it from that. I cannot read
Telugu. She can read Telugu. ചേട്ടനെ കല്യാണം കഴിച്ചതിന് ചേച്ചി തമിഴ് പഠിച്ചു. നമുക്ക് തമിഴ് അറിയാം, തെലുഗു പഠിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ചേട്ടനെ കല്യാണം കഴിച്ചുകൊണ്ട് ഈ ചേച്ചി ഇങ്ങനെ ഇരിക്കുന്നു. ഇത്രയും കാര്യം പറയാം. ഞാൻ എന്ത് ചെയ്താലും ഞാൻ പുകഴ്ത്തി പറയുമല്ല, പുള്ളിയെ കൂടി എടുത്തിക്കൊണ്ട് ഇപ്പം തെറ്റാണ് ചെയ്യുന്നെങ്കിൽ ഇത് തെറ്റാന്ന് തന്നെ പറയേണ്ട അടുത്ത്. നീ ചെയ്യുന്ന ഏറ്റവും വളരെ മോശപ്പെട്ട കാര്യമാണ്. അതേസമയം നല്ല കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങളായാലും എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്താൽ ചെയ്തു. പുള്ളിയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. When you say educational wise, in the family in Nokia, everybody, from my ancestors and the brothers, ellarum, they are very well educated. I know. And njan 10th fail. Okay, so I started reading only after when I was 35. Okay, so njan orupaadu padikkum. I read a lot. Okay. So evil actually, she was a very good student actually. Even she got into movies when she was very young. Yeah, early. Very early. And basically she's a very intelligent. Edingalum padikkan thodanga, she'll only complete the book and orupaadu she has. I think both of us always busy reading books. Reading books, writing. A lot. Oh. Write a book, say, when you read it the next time, you understand in a different way. And yeah. നമ്മുടെ ഡേ ബൈ ഡേ നമ്മളുടെ എക്സ്പീരിയൻസ് വൈസ് ആയിട്ടാണ് നമ്മുടെ ആ ഒരു എന്താ പറയാ എല്ലാത്തിനോടുള്ള നമ്മുടെ ഒരു ഇതൊക്കെ മാറും. നമ്മൾ ഇന്ന് വായിക്കുന്ന ബുക്കായി നമ്മളൊരു 1 year കഴിഞ്ഞ് വായിക്കുമ്പോൾ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് എല്ലാം മാറിയിട്ടുണ്ടാവും. അത് എടുക്കണതെല്ലാം എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? Correct. Okay. Especially when it comes to philosophical kind of. Exactly. നമ്മുടെ മാറിക്കൊണ്ടേയിരിക്കും, നമ്മുടെ വ്യൂ പോയിന്റ് മാറുമല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങളിൽ ആരാ ശരിക്കും റൊമാൻറ്റിക് എന്ന് പറയുന്നത്? അപ്പോ ചേച്ചിയാണോ ചേട്ടനാണോ? രണ്ട് വിധത്തിൽ റൊമാൻറ്റിക്. ഇതിങ്ങനെ പ്രകടമായ റൊമാൻറ്റിക്കും ഞാൻ ഇച്ചിരി സെറ്റിലായിട്ട്. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ പ്രകടിപ്പിക്കാൻ അറിയില്ല. ഇദ്ദേഹം ഓവറായിട്ട് പ്രകടിപ്പിക്കും, പക്ഷെ സൈലന്റ് ആയിട്ട് ചില സമയത്തേ വരത്തുള്ളൂ. ആണോ? ഓ ചേട്ടൻ ഭയങ്കര കാരണം ചേട്ടൻ ഈ സംസാരിക്കുന്നുണ്ട്, വെരി ടോക്കറ്റീവ്. അപ്പൊ അതുകൊണ്ട് തന്നെ അറിയാം ചേട്ടനായിരിക്കും എക്സ്പ്രസീവ് ചെയ്യുന്ന കാര്യത്തിൽ. അതിന്റെ കാരണം എങ്ങനെയാ വെച്ചാൽ നമ്മൾ റൊമാൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ടേക്കിംഗ് കെയർ ഓഫ് ഭാര്യ എന്ന് മാത്രമല്ല, ആസ് എ പാർട്ട്ണർ, ആസ് എ ഫ്രണ്ട്, ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഹീ ടേക്ക് കെയർ ഓഫ് മീ. പിന്നെ എല്ലാ രീതിയിലും എൻ്റെ ഹെൽത്തിനെ കുറിച്ചും എൻ്റെ വളർച്ചയെക്കുറിച്ചും പുള്ളിക്ക് വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്, പ്ലാൻസ് ഉണ്ട്. സോ ഇങ്ങനെ ചെയ്യും, ഇത് അല്ലേ നിനക്ക് എഫക്റ്റ് ആവും, ഇതാകും, അങ്ങനെ പറയുന്ന ഒരു ഹസ്ബൻഡിനെ, ഒരു പാർട്ട്ണറെ കിട്ടുക എന്ന് പറയുന്നത് ഞാൻ ബ്ലെസ്ഡ് ആണ്. ഓക്കെ, അപ്പം അതിൽ റൊമാൻസ് ഇത്രയും പറയുന്ന ആള് എന്തിനാ ഈ തടിയെ കുറിച്ച് പറഞ്ഞതാണ്? തടിയെ കുറിച്ച് ദിവസവും പറയും, പക്ഷെ ഞാൻ കേൾക്കത്തില്ല. എന്നുവെച്ചാൽ ചിലത് നമ്മുടെ എനിക്ക് തൈറോയ്ഡ്. I like her fat. Like Prabhu, Prabhu actor ഉണ്ടല്ലോ. If he becomes lean, the charm is gone. So எனக்கு இப்படி குண்டு கண்ணா இஷ்டம். So but I properly take care of her health. Food. I'll see to that is her sugar levels and many things, thyroid, the diabetes and all that, it's right parameters. അതൊക്കെ ചേട്ടനാണ് അപ്പൊ ഹാൻഡിൽ ചെയ്യുന്നത്. and everything എല്ലാം കറക്റ്റ് പാരാമീറ്ററിൽ നോക്കി എല്ലാ right parameters ല ഇരിക്കാൻ വേണ്ടി I only take care, because I see to that every 3 months she goes for all the tests, check-up and everything. The variations I see and even the diet was really blessed ചേച്ചി. എല്ലാവർക്കും ഇങ്ങനെ ഒരാളെ തന്നെ കിട്ടും. No, even I do that with my friends and brothers എല്ലാരടുത്തും. More than a husband is my best friend. Seriously? Yeah. So, really. Cheta. No, actually if you see, friends can't be with you for 24 hours. And they'll have their own family, ellam. Actually, when it comes to a best friend, your life partner has to be a best friend. Exactly. And they are the only person who will do anything. They'll go to any extent. Only 2 people, according to me. One is mother and one is wife. Adu set cheyidittu namakku varan bayangara kashtam. We struggled a lot to understand each other in a right way. So we have had many misunderstandings and our maturity level illadha kondu we have fought like mad. Veliyalkar kanda nammada fight, they'll think that tomorrow divorce. So next day we'll be hugging and crying and we'll say I'm sorry and it took a lot of time. It took more than 15 to 17 years for us to understand each other. Now we fight, but it's a very not hurting anybody. Angana
So that is actually blessed. ആ ഒരു റിയലൈസേഷൻ തന്നെയാണ് ചേട്ടാ ഏറ്റവും വലുത്. കാരണം It is very difficult actually. ആക്ച്വലി കാരണം എല്ലാ റിലേഷൻഷിപ്പിലും ഇതിങ്ങനെ ഉണ്ടാവും. നമ്മുടെ പ്രത്യേകിച്ചും കല്യാണം കഴിഞ്ഞ ഒരു ഫ്യൂ ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് എക്സ്പെക്ടേഷനിലാണല്ലോ എല്ലാവരും ഒരു ലൈഫിലേക്ക് എൻ്റർ ചെയ്യുക. ആൻഡ് എങ്ങനത്തെ പല ഇഷ്യൂസ് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ വേരിയേഷൻസ് വരാം, ചിലർക്ക് ആ ഒരു പേഷ്യൻസ് ലെവലിൽ ഒരു ഇഷ്യൂസ് വരാം. അപ്പം അവിടെ തന്നെ അതൊക്കെ കോൺഫ്ലിക്ട്സ് ഒരുപാട് വരും, മാറിപ്പോവാം. പക്ഷെ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അത് Especially in our industry, no? എക്സാക്ട്ലി അവൾ ഷൂട്ടിംഗ് പോകുമ്പോൾ I mean, you go for shooting. I will not even call her. I don't want to know what she's doing. അങ്ങനെ even when I go for shooting, it is the same thing. അതൊക്കെ ഇപ്പോഴാ. മുമ്പ് ഒരുപാട് അങ്ങനെ ഫോൺ ചെയ്ത് the maturity level was so low and അതിന് we came out. We knew that we were doing a mistake. This is not the way to live a happy life. പറഞ്ഞിട്ട് all that side and മാറ്റി കംപ്ലീറ്റ് ആയിട്ട് അതിനെ ചേച്ചി അല്ല ചേച്ചി നിറയെ സംസാരിക്കുന്നുണ്ട്. ചേച്ചി ശരിക്കും ചേട്ടൻ എന്ന് പറഞ്ഞത് ഇത്രയും ഇതാണെന്നൊക്കെ. ബട്ട് സ്റ്റിൽ ഞാൻ ചോദിച്ചോട്ടെ, ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ചേട്ടൻ്റെ പറഞ്ഞാൽ ഫസ്റ്റ് വൺ ചേച്ചിക്ക് എന്തായിരിക്കും തോന്നുന്നത് പറയാൻ? എന്നെ കെയർ ചെയ്യുന്നത്. The way he cares. ഇറ്റ്സ് ലൈക്ക് എന്നെ കെയർ എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ വളരെ ഫുഡിലൊക്കെ ഞാൻ വളരെ ഇങ്ങനെ ഒരു കെയർ എടുക്കാത്ത, ഞാൻ ഒന്നിലും വലിയതായിട്ട് കെയർ എടുക്കത്തില്ല. പക്ഷേ ആനന്ദ് വന്ന് എപ്പോഴും എന്നോട് ചോദിക്കും, കഴിച്ചോ, മനസ്സിലാക്കി എന്താ വേണ്ടേ, എനിക്കിൻ്റെ ഫൈബർ, ആ ഒരു കെയർ. അത് വെള്ളം കുടിച്ചോ അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കിയത്. എനിക്ക് ദാഹമെന്ന് പറഞ്ഞാൽ ഉടനെ പുള്ളിയുടെ വിഷമത്തെ ഓർക്കാതെ പുള്ളിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും പുള്ളി ഇമ്മീഡിയറ്റ് പുള്ളി പോയി എനിക്ക് ആഹാരം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് വെള്ളവും തന്ന്. Every day massager feet for half an hour. അയ്യോ അതില്ലാതെ ദാഹം എടുത്താൽ തണ്ണി, വിശക്കുമ്പോ ഫുഡ്. ചേച്ചി ബാക്കി ചേട്ടൊക്കെ പറഞ്ഞു, ചേട്ടൻ ഞാൻ അവളുടെ കാല് മസാജ് ചെയ്ത കാര്യം കുറെ നിന്ന് because she is heavy, so she has to stand for a long time. Shooting ഒക്കെ പോകുമ്പോൾ, especially doing serials and all that, ഒരു ദിവസത്തിന് 6 to 7 scenes ഉണ്ടാവും. I know the hardship what she goes through, and I in fact tell her വേണ്ട സീരിയൽ ചെയ്യരുത് പറയും. വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഞാൻ സീരിയൽ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 9 to 6 I work. So you work like that? ഒരു ടൈം ഫ്രെയിം വെച്ചിട്ടാണോ? No, serial I do. Serial I have a time frame. അങ്ങനെ വെക്കാൻ പറ്റുമോ? Yes. Many heroines, they come at 9 o'clock, 6 o'clock they go. If there is night scene means we go late, 2 o'clock. So ഞാൻ അങ്ങനെയാ. So I have my time keeper. മലയാളത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷെ തെലുങ്ക് സീരിയലൊക്കെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ I go at 9 o'clock with the makeup. 6 o'clock they have to leave me. Otherwise evening 8 വരെ പോകണമെങ്കിൽ 11 o'clock 12 o'clock I go. അങ്ങനെ. So I have a time frame for so she doesn't. ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ രാവിലെ 7, ഞാൻ എന്നിട്ട് 8 മണിക്കാണ് പോകുന്നത്. എൻ്റെ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് 7:30ക്ക് തീരും, പിന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്നത്. So without that massage it is very difficult for her because she has to stand for a long time and food has to be properly care. It's like a baby. ഇന്നിപ്പോ നമ്മുടെ ഇന്റർവ്യൂ കാണുന്ന എല്ലാവരും ആരും വിചാരിച്ചിട്ടില്ല ചേച്ചി, to be frank ചേട്ടാ. No, it is not of purpose nalla, it is necessary for her. ആ ഒരു ക്വാളിറ്റി ആനന്ദ് മോനെയും പഠിപ്പിക്കുന്നുണ്ട്. മീൻസ് ലൈക്ക് അവൻ വന്നാൽ തന്നെ അമ്മ വെള്ളം, അമ്മയ്ക്ക് എന്താ ഓക്കെ ആണോ, അമ്മ കഴിച്ചോ. There is nothing but being nice to people. അത് എൻ്റെ അടുത്തെന്നല്ല, ആനന്ദ് എല്ലാവരുടെ അടുത്തും അത് ചെയ്യും. അതായത് ആഹാരം, ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ, ആഹാരം കൊടുക്കുന്നത് എല്ലാവരെയും ഫീഡ് ചെയ്യും. അത് വീട്ടിൽ വരുന്നവരെയും ചെയ്യും, വീട്ടിലുള്ള വർക്ക് ചെയ്യുന്ന പിള്ളേരെയും ചെയ്യും. അത് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കാല് പ്രസ് ചെയ്ത് കൊടുക്കും. ആ പുള്ളി മരിച്ചു ഈ വർഷം. എൻ്റെ അമ്മച്ചിയുടെ കാലെല്ലാം പ്രസ്, അമ്മച്ചി സുഖമാണ്, അമ്മച്ചിക്ക് അമ്മ എടുത്തും പറയും, പക്ഷേ എൻ്റെ അമ്മ സമ്മതിക്കുന്നില്ല. പ്രസ് ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആടും. സോ ആനന്ദിൻ്റെ ആ ഒരു കെയർ ആണ് ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു. My father was also. See, അതെങ്ങനെയാണ് പറയുമ്പോൾ അച്ഛൻ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കും, ആഹാരം കൊണ്ട് കൊടുക്കും. See, നമുക്ക് ഇപ്പോ എല്ലാ ആമ്പിള്ളാരും ചെയ്യും കേട്ടോ. When I go to sleep, ഞാൻ ആലോചിക്കും, if somebody, if my wife is pressing my leg for half an hour, എത്ര ഒരു സുഖമായിട്ടിരിക്കും. ഇല്ല കേക്ക്. So I used to think how nice it will be. Otherwise, if I have a servant or somebody at home when sleeping, I love ആ മസാജ് കൊടുക്കുന്നത്. സോ എന്തോ ഒരു സുഖമായിട്ടിരിക്കുന്നു നമ്മൾ ഞാൻ ആലോചിക്കുമ്പോൾ. അപ്പോൾ ഇത് എന്തിനാ ഞാൻ 200 ആൾക്ക് കൊടുത്തിട്ട് ദാറ്റ് കംഫർട്ട് സോണ്, വൈ കാൺട്ട് ഐ ഗിവ് ഇറ്റ് ടു സംബഡി?
എന്ന് പറയും ആലോചിച്ചിട്ടാണ് ഐ ഗിവ് മസാജ് ടു. അപ്പോൾ ചേച്ചി എന്തുകൊണ്ട് ഒരു വൺ നോട്ട് ഈവൻ എ സിംഗിൾ ഡേ? No, my ഈ massage. കൈ വലിയ സ്ട്രോങ് കൈയാ, ഈ കൈ കുഞ്ഞു കൈയാ. And my massage is, I have kind of learnt. Evada press cheyda and I'll take you to a beautiful comfort zone where you go to sleep and you will feel so relaxed. Yeah. And every time she tells me, because of the massage what he gave me, I'm able to the next day. അതിപ്പോ ഇനി ഒരു സിംഗിൾ ടൈം പോലും ചേട്ടനപ്പോ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിനക്ക് എന്നാ മസാജ് തരാറില്ലേ? അപ്പൊ ചെയ്യുന്നത് പ്രയോജനമേ ഇല്ലല്ലോ. അങ്ങനെയല്ല. ചിലപ്പം ചില സമയത്ത് ആനന്ദോത്സവം ചിലപ്പോൾ ഞാൻ ചുമ്മാതിരിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഒത്തിരി നേരം ചെയ്യുമ്പോൾ എനിക്ക് അത്ര സ്ട്രെങ്ത് ഇല്ല കൈ. അപ്പോഴും പുള്ളി ശരിക്കും പുള്ളിക്കും ആൻഡ് പ്രോപ്പറായിട്ട് ദേ ഹാവ് ടു ഫീൽ ഗുഡ് എന്ന് നമ്മൾ ആലോചിച്ച് ചെയ്യുന്നത് ഒരു ഇതുണ്ടല്ലോ. The other person, when you massage, they should feel good about it. They should enjoy what I do. ദൈവം അറിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഒരു മോനെ തന്നെ തന്നത്, ഇങ്ങനത്തെ നല്ലൊരു ലവിങ് ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു ഫാദർ, അദ്ദേഹത്തിന്റെ എല്ലാ ഫേസും ഒരു സൺ എന്നുള്ള രീതിയിൽ എല്ലാ രീതിയിലും അദ്ദേഹത്തിന്റെ ദ വേ ഹൗ ഹി ഹാൻഡിൽസ് എവറിത്തിങ് എക്സ്പ്രസ് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക, കെയർ ചെയ്യുക, ലവ് ചെയ്യുക, ഇതെല്ലാം വഴക്കം കിട്ടും എനിക്ക്. The most easiest thing for a ലവ് മാത്രം മതിയോ? കെയർ മാത്രം മതിയോ? വഴക്കും വേണ്ടേ? നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ വേണ്ടേ? എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ പാക്കേജ് ആവത്തുള്ളൂ. നമ്മൾ എല്ലാത്തിനും ഒരുമിച്ച് ആക്സെപ്റ്റ് ചെയ്യണം. നല്ലത് മാത്രമല്ല, പുള്ളിയുടെ നമ്മൾ ചെയ്യുന്നത് ചിലപ്പം ശരിയാകാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും പുള്ളി. എങ്ങനെയായാലും എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ആ ഒരു മൊത്തത്തിൻ്റെ നമുക്കറിയത്തുള്ളൂ. സ്നേഹം ഉണ്ടെങ്കിലേ നമ്മൾ ദേഷ്യം ഉണ്ടാവും, ദേഷ്യം ഉണ്ടെങ്കിലേ സ്നേഹത്തിൻ്റെ വാല്യൂ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ഇനി ചേട്ടൻ ഒരുപാട് ഈ തരത്തിലുള്ള എന്താ പറയാ, നമ്മുടെ മലയാള സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇതാക്കുന്ന രീതിയിൽ ദുഷ്ടൻ ഇതൊക്കെയാകുന്ന രീതിയിൽ ചേച്ചിയുടെ അടുത്ത് രണ്ടാമത് ചേട്ടനാണല്ലോ അത് നമ്മളെ അങ്ങനെയൊക്കെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഒക്കെ തന്നു നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കി തന്നത്. I did few films. I can say that for the last 30 or 27 years, I'm waiting to do a good character. People, they recognize me Malayalam. They say that I am Muzaffir. Yeah. Okay. Tiger. Tiger. Of course, thank you. ആ ഡയലോഗ് തന്നെയാണ് ചേട്ടാ എല്ലാരും പറയണത്, ഡ്രോപ്പ് യുവർ ഗൺ ബേബി. ചേട്ടാ അതൊന്നും ഇപ്പൊ പറയാമോ ആ ഡയലോഗ്? ഓർമ്മയില്ല. Do like this and say drop your gun baby. Something I say. Thanks to Unnikishnan and Sir and Saji Kailash for giving me that character which got me a very good name. But സത്യം പറഞ്ഞാൽ ഞാൻ ആ പടം ഇവിടെ ഫസ്റ്റ് ഡേ കാണാൻ പോയി. That is the truth. Because of that movie only and many films I got, everything is there. But in the personal view, ഞാൻ ആ പടം കണ്ടിട്ട് എന്ത് പടം എന്ത് ക്യാരക്ടർ എനിക്ക് I didn't like it at all. Seriously. I used to tell her, people talk rave about that character and எனக்கு ஒரு I never liked that character at all. And monotonous, I had the same kind of roles I was getting and so even now, but money-wise, I was making my money. Yeah. I'm busy. Work-wise, you are not that happy. Work-wise, I'm not happy at all. Even in Telugu, last year I think I did many films. Even now, I'm doing many films. Now, of course, I'm doing 3-4 films. The character is that Venkatesh Mahana, the director. Pulliki and Tirada release only 4 years. Okay, so he has. In that parayno, sir, ningla. ത്രിടാക്കും ഞാൻ കണ്ടിട്ട് ഒരുപാട് പടങ്ങൾ നിങ്ങളുടെ പിക്ചർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പീപ്പിൾ ആർ നോട്ട് യൂസിങ് യു പ്രോപ്പർലി, യു ആർ ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഐ വാസ് തിങ്കിങ് വെൻ ഐ റൈറ്റ് എ സ്ക്രിപ്റ്റ് ഐ ഷുഡ് തിങ്ക് അബൌട്ട് യു ആൻഡ് റൈറ്റ് ആൻഡ് ഗിവ് യു എ ഗുഡ് ക്യാരക്ടർ സാർ എന്ന് പറഞ്ഞിട്ടാണ് ഹീ തോട്ട് അബൌട്ട് മീ ആൻഡ് പെൻഡ് ഈ ഫിലിമിന് വേണ്ടി. ആൻഡ് ഞാൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഐ ഹാവ് ടു ആക്ട് in a few directors film nu parnittu I have a chart also. Ivalana cheyidu kodutha chart. Adala Lijo Jo's Palacheri inde pinna Sukumar film already I have acted. Malayalathina Lijo Jo's Palacheri and Telugu la Venkatesh Maha called me. Tamil Maharaja director Nikhil and son. So a list I was praying that I should do this film and Venkatesh Maha na vilichu he wrote for me and I'm doing the film now which is coming out really well. So ingana ena kittanonu parnittu I know that I'm going to get. Otherwise I was thinking I have to write for me and I have to do a film. Agana konja aalochittunde. So my patience it paid me and
so many years I was not recognized properly because of doing this kind of characters, which I can't afford to lose, because it was paying me for my recognition. This 37 years experience, it paid me like a lakh a day. So who's going to give a lakh a day or 1.5 lakhs a day like that? ഇനി ഞാനൊരു സെഗ്മെന്റിലേക്ക് പോവാം. ചേട്ടൻ്റെ അടുത്ത് ഞാനൊരു 5 സിനിമയുടെ പേര് പറയാം. ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ മെമ്മറീസ് ചേട്ടൻ എന്താണ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്യണമെന്ന് വെച്ചാൽ പറയണം കേട്ടോ. ഫസ്റ്റ് വൺ, ഉദയനാണ് താരം. ഉദയനാണ് താരം. യെസ്. ഉദയനാണ് താരം ആക്ച്വലായിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവൾ ഒരു സീരിയലിന് വേണ്ടി ഈ വൈറ്റ് ഫോർട്ട് ഹോട്ടലിന് ഇവൾ താമസിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇവളെ കാണാൻ വേണ്ടി റൂമുക്ക് പോകും. റൂമുക്ക് പോകുമ്പോൾ ഈ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നു. ഉദയനാണ് താരം. സോ അപ്പോൾ ആക്ച്വലായിട്ട് എന്നെ ആൻറ്റോ ജോസഫാണ് മലയാളം ഇൻഡസ്ട്രിക്ക് പുള്ളി കൊണ്ടുവന്നിട്ട് 9 മക്കളും പുള്ളിയാ. ഹി വാസ് ദ വൺ ഹൂ ഗോട്ട് മീ മൂവീസ്, ആൻറ്റോ ജോസഫ്. So I have to always thank him for that. So of course nowadays he doesn't call me. So coming back to the topic, അപ്പോൾ ഞാൻ റൂമുക്ക് പോകുമ്പോൾ റൂമിൽ ഫോൺ ആൻറ്റോ ജോസഫ് വിളിച്ച് ഇങ്ങനെ ആനന്ദ് ഏട്ടനെ വരാൻ പറയുക കീഴെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ എന്തിനാ വിളിക്കുന്നു പറഞ്ഞ് താഴെ പോയാൽ റോഷൻ ആൻഡ്രോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ചേട്ടാ അതിൽ ഒരു ക്യാരക്ടറിൻ്റെ ഇപ്പോൾ തന്നെ ഷൂട്ടിങ് പറഞ്ഞിട്ട് ഗണേഷ് ഏട്ടൻ ചെയ്യേണ്ട ക്യാരക്ടറാണ്. സോ പുള്ളി വന്നല്ല ആ ടൈമിൽ മിനിസ്റ്റർ ആയിട്ടോ ഏതോ സംതിങ്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്ത പടം. ചേച്ചി കാരണം ഞാൻ ആ സൈഡ് ആനന്ദിന്റെ കിട്ടേണ്ടത് കിട്ടി. അങ്ങനെയാ കിട്ടിയോ ഉദയനാണ് താരം. പിന്നെ 9 മക്കളും ചെയ്തു. സോ ടൈഗർ അതാണ്. പീപ്പിൾ എന്നെ ഇപ്പോഴും കേരളയിലുള്ള ആൾക്കാർ എല്ലാവരും എന്നെ ദേ റിലേറ്റ് മുസാഫിർ എന്നാണ് പറയും. മുസാഫിർ എന്നാണ് പറയും. സോ അഫ്കോഴ്സ് ദാറ്റ് വാസ് എ റിയൽ ഗുഡ് ബ്രേക്ക്. അത് പിന്നെയാണ് ഒരുപാട് പടങ്ങൾ ചെയ്തു. ടൈഗർ പിന്നെയാണ്. സോ ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫിലിം ഇൻ മൈ കരിയർ. ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്തിനാ ആ പടം ചെയ്തതിന് എനിക്ക് I regret. Seriously, because they called me ആ പടത്തിന് വേണ്ടി. ഞാൻ പോയി ഏതോ മോഹൻലാൽ പിന്നാടി ബാക്കിൽ നിൽക്കുന്നത് പോലെ. Then I realized why am I doing this എന്ന് പറഞ്ഞിട്ട് a most film to regret in my life why I did that film is Christian Brothers. അപ്പോൾ അങ്ങനത്തെ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് സെറ്റിലൊക്കെ വരികയാണ്. I was just quiet. Okay, I have accepted this film. I should not open my mouth. പിന്നെ എന്നെ 10 days ഒക്കെ ചോദിച്ചു ആ ഫിലിം. ഇന്നലെയാണ് ഞാൻ ആ സ്റ്റോറി എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. 10 days ചോദിച്ചു. 20 days ആയി. പിന്നെ ഐ ഡിമാൻഡഡ് മൈ മണി. ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ടു ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് എ ബിറ്റർ എക്സ്പീരിയൻസ് ഡൂയിങ് ദറ്റ് ഫിലിം. ഇൻഫാക്ട് സെറ്റിൽ തന്നെ എൻ്റെ അടുത്ത് ബിജു മേനോൻ ചോദിച്ചു ആനന്ദ് എന്തിനാ ഈ ക്യാരക്ടറൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട്. ഐ സ്റ്റിൽ റിമെമ്പർ ദറ്റ്. ഐ ഡോണ്ട് തിങ്ക് ബിജു മേനോൻ വിൽ റിമെമ്പർ. സോ ഇറ്റ് ഇസ് എ ഫിലിം റിഗ്രറ്റിന് കൂടെ ഇരിക്കണമല്ലേ. സോ ഐ റിഗ്രറ്റ് വൈ ഐ ഡിഡ് ദാറ്റ് ഫിലിം. ഞാൻ അതാ മുമ്പേ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു ഓക്കെ എൻ്റെ ഡേറ്റും എൻ്റെ മണി എത്രയാണെന്ന് ചോദിച്ചു ഞാൻ വെക്കും. ഞാൻ സ്ക്രിപ്റ്റിലേക്കോ എൻ്റെ ഡയലോഗ്സിലേക്കോ പോകില്ല. മോസ്റ്റ് എൻ്റെ ഇതിലെ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു പടം അതാ. ഒരേ ഒരെണ്ണം ഇത് മാത്രമാണോ? ഒരുപാടുണ്ട്. അപ്പോൾ മെച്യൂരിറ്റി ലെവലൊക്കെ വളരെ കുറവാണ്. ഞാൻ അപ്പോൾ 18 years ഇരിക്കുമ്പോൾ ഐ ഗോട്ട് ഇൻ ടു മൂവീസ് when I was 17, 19 years ഇരിക്കുമ്പോൾ പീപ്പിൾ ആ സമയത്തൊക്കെ മെച്യൂരിറ്റി ലെവൽ എങ്ങനെ പറഞ്ഞാൽ ഒരു കഥ they don't tell story. സിനിമ എടുക്കും അത്രയോ. ഇപ്പോഴൊക്കെ ഞാൻ സെറ്റിലോട്ട് പോയാൽ ഫസ്റ്റ് ഷോട്ടിൽ ഐ വിൽ നോ ദറ്റ് ഫിലിം ഇസ് കമ്മിങ് ഔട്ട് വെൽ ഓർ നോട്ട്. ഈ പടം നന്നായിട്ടുണ്ടാവും ഒരു ഷോട്ടിൽ എനിക്കറിയാം. എൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് പറയും ഇത് ഒന്ന് വേസ്റ്റ് വാപ്പോ പടത്തെ വാങ്ങി കാശ് വാങ്ങിയിട്ട് പോകலாம் അങ്ങനെ. most of the project if I have acted more than 300 films I think. In that 250 films will be like that. 75%. It is like that. But I make my money. And see how things will change. You have to do a very good character, should be written for you, and that film should click. Only then you start getting character nu varumbodana things will change. അല്ലേ? ഇപ്പോൾ മോഹൻലാൽ പടം ഒരു ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ തുടരുംല വില്ലൻ. ബ്യൂട്ടിഫുൾ ക്യാരക്ടർ ആൻഡ് that will pay him off. So he will do good characters. And he has also done amazing. Like that,
I'm still waiting to do something like that. സംതിങ് നൈസ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഓക്കെ നിങ്ങൾ കാണാറുണ്ടോ മലയാളം മൂവീസ് രണ്ടുപേരും ഞാൻ എല്ലാ പടവും കാണും കാണും എല്ലാ സിനിമയും കാണും ആണോ we don't miss any single film Malayalam Telugu Kannada ലാംഗ്വേജ് Tamil എല്ലാ പടവും വർക്കില്ലാതിരുന്നാൽ പടം കണ്ടോണ്ടേ 3-4 ഫിലിംസ് ആണ്